ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് നിങ്ങളിലേക്ക് പണം വരാത്തതിന്റെ പ്രധാന കാരണം ഇതാണ്. ദിസ് ഈസ് മീ സൗമ്യ, ലൈഫ് കോച്ച്, ബിസിനസ് കോച്ച് ആൻഡ് ഇംഗ്ലീഷ് ട്രെയിനർ. ഓൾ ആർ വെൽക്കം ടു ഫീൽ ബെറ്റർ. വാലറ്റ് തുറന്ന് കാശെടുക്കാൻ നേരത്ത് വാലറ്റിൽ കാശില്ലാതാവുമ്പോൾ, കാശ് കാണാതാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറ്? ഒന്ന് കമന്റ് ചെയ്യണേ. ഈ സമയത്ത് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ കടന്നു വരും അല്ലേ? ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ മാസാവസാനം ആകുമ്പോഴേക്കും ബാങ്ക് ബാലൻസ് 0. നിങ്ങളിലേക്ക് പണം വരാത്തത് നിങ്ങൾ മടിയനായത് കൊണ്ടല്ല, നിങ്ങളുടെ മണി മൈൻഡ് സെറ്റ് കാരണമാണ്. നമ്മൾ പലരുടെയും മണി പ്രോബ്ലംസ് ഒന്ന് നോക്കാം. സാലറി കിട്ടിയാൽ 10 ദിവസം കൊണ്ട് തീരും. പുതിയ ഇൻകം സോഴ്സ് തുടങ്ങണമെന്ന് വിചാരിക്കും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യില്ല. പൈസയെ പറ്റി ചിന്തിക്കുമ്പോൾ പൈസയെല്ലാം കുഴപ്പം പിടിച്ചതാണെന്ന ശബ്ദം ഉള്ളിൽ നിന്ന് വരും. ഈ ചിന്തകളെല്ലാം തന്നെ നിങ്ങളെ പൈസയിൽ നിന്ന് അകറ്റുന്നു. നമ്മുടെയൊക്കെ മനസ്സിലെ പണത്തെക്കുറിച്ചുള്ള ചില വിശ്വാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബിലീഫ് 1. പൈസ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ വാചകം നമ്മൾ പലപ്പോഴായി പറയാറില്ലേ? ഇനി മുതൽ പറയൂ, പൈസ ഒരു എനർജിയാണ്, അത് എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു. ബ്രെയിനിനെ റീട്രെയിൻ ചെയ്യണം. പൈസ ശത്രുവല്ല, ഒരു ടൂളാണ്. ബിലീഫ് 2. പണക്കാരനായാൽ സ്വാർത്ഥനാകും. സത്യത്തിൽ നിങ്ങൾക്ക് പണം വേണ്ടത് ആരെയൊക്കെ സഹായിക്കാനാണ്? നിങ്ങളിലേക്ക് പണം വന്നാൽ നിങ്ങൾ ആരെയൊക്കെ സഹായിക്കും? ഫാമിലിയെ, ഒരു സാധുവിനെ, ഒരു ടീമിനെ, ആരെയൊക്കെയാണ്? ബിലീഫ് 3. ഞാൻ സത്യത്തിൽ പണം അർഹിക്കുന്നില്ല, ഞാൻ പണം ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുക്കൂ. ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അതിൽ കുറച്ചെഴുതൂ. ഉദാഹരണത്തിന്, ക്ലയന്റിനെ സഹായിച്ചു, പ്രോബ്ലംസ് സോൾവ് ചെയ്തു, അങ്ങനെ. വൈറ്റ് പേപ്പറിൽ എഴുതിയ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വായിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന്. ഇത് നിങ്ങളുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് കൂടിയേ തീരൂ. നമ്മുടെ സ്കില്ലിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പണത്തിന് അർഹനാണ്, പണം സമ്പാദിക്കാൻ അർഹനാണ്, പണം നേടാൻ അർഹനാണ്. നമ്മളിലേക്ക് പണം വരാനായി നമ്മുടെ മണി മൈൻഡ് സെറ്റ് മാറ്റണം. സ്കില്ല് കുറവ് കൊണ്ടല്ല പണം കുറയുന്നത്, മറിച്ച് മൈൻഡ് സെറ്റ് ബ്ലോക്ക് കാരണമാണ്. പൈസയെ ബഹുമാനിക്കൂ, പൈസയെ വില വയ്ക്കൂ, പൈസയെ സ്നേഹിക്കൂ. പൈസ വേണ്ട എന്ന് ഒരിക്കലും പറയരുത്. പൈസയെ നീ എന്റെ അടുത്തേക്ക് വരൂ, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയൂ. അപ്പോൾ നമ്മളിലേക്ക് പൈസ വരും. ഇവിടെ പറഞ്ഞ 3 വിശ്വാസങ്ങളിൽ ഏത് വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? കമന്റ് ചെയ്യൂ. 1, 2, 3. മണി മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യാനുള്ള ക്ലാസ് ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് നൽകുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് ഗ്രോ ടുഗദർ.